എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും മുട്ടയും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി അമർത്തുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ റവ എടുക്കുന്നുണ്ട്. അപ്പോൾ വറുത്ത റവയാണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കൂടെ വേണ്ടത് 1 ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. പാനിൽ നിന്ന് വിട്ട് വരുന്ന നന്നായിട്ട് കുറുകി വരുന്നൊരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ നെയ്യ് ബ്രഷ് ചെയ്തൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി റവ ഏകദേശം ഒന്ന് സെറ്റായി കിട്ടിയാൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ സേമിയ പൊടിച്ചതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് കോൺഫ്ലോറിൽ കോട്ട് ചെയ്ത് മുട്ടയിൽ മുക്കിയിട്ട് സേമിയയിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഇപ്പൊ 2 വശവും നല്ലപോലെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ മധുരത്തിനായിട്ട് എടുക്കുന്ന തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.